2025 മോഡൽ 3 ടൺ. ഇതിന് അഡ്ജസ്റ്റ് ലിവേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ എൻ്റെതിനേക്കാളൊക്കെ സ്മൂത്തായിട്ടും തോന്നുന്നുണ്ട്. പുതിയ വണ്ടി കണ്ടോന്ന് അറിയില്ല, നല്ല സ്മൂത്തറായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട്, കണ്ടില്ല, ഇഷ്ടം പോലെ സ്വിച്ച്, ടൺ കണക്കിന് സ്വിച്ച് ഉള്ള പോലെ. വണ്ടി നല്ല സ്മൂത്തറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ഉള്ളതുകൊണ്ട് എൻ്റെ ഇച്ചിരി നീങ്ങിയിരിക്കുന്നത്, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇത് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് നല്ല ആക്സസിബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. പവർ പുള്ളി ഏത് മോഡാണ് ഇട്ടിരിക്കുന്നത് എനിക്കറിയില്ല. ഇതിന് മറ്റേ ഡൈനാമിക് കിറ്റും കയറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ, അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഡൈനാമിക് കിറ്റൊക്കെ ഇത് കയറ്റിയ വണ്ടിയാണ്. കമ്പനിയിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുമ്പോൾ നമുക്ക് ഇത്രയൊന്നും ഓടിക്കാൻ കിട്ടാത്തതുകൊണ്ടും പിന്നെ അത് ഫസ്റ്റ് സർവീസ് കഴിയാത്തതുകൊണ്ടൊക്കെ നമുക്ക് സ്പോർട്സ് മോഡൊന്നും അൺലോക്ക് ചെയ്യാനൊക്കത്തില്ല. അതിൻ്റെ കറക്റ്റ് പൊട്ടൻഷ്യൽ മനസ്സിലാകത്തില്ല. വലിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഫസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നുന്നത് ഇതിലാണ്, നമ്മുടെ ആ ഒരു സ്മൂത്ത്നെസ് നല്ലോണം തോന്നുന്നുണ്ട്. വണ്ടി നല്ല സ്മൂത്തറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഓരോ ജനറേഷൻ കഴിയുമ്പോൾ അങ്ങനെ അവർ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. ഈ എമിഷൻ നോസ് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വണ്ടി സ്മൂത്തർ ആവാറുണ്ട്. ഇതിന് ശരിക്കും പവറും കൂടുതലാണ് എൻ്റെ വണ്ടിയേക്കാളും. ബി എസ് പിയിലും ടോർക്കൊക്കെ കണക്കാക്കുമ്പോൾ പവർ കൂടുതലാണെന്നാണ് പറയുന്നത്. ഒരുപാട് ചേഞ്ച് നമുക്ക് അറിയാൻ ഒക്കുന്നില്ല, പക്ഷേ സ്മൂത്തറാണ്. പിന്നെ സസ്പെൻഷൻ സോഫ്റ്റ്വെയർ ആണോ എന്നൊരു സംശയമുണ്ട്. എൻ്റെ കയ്യിൽ ചെറിയ ചെറിയ അൻഡുലേഷൻസ് ഒക്കെ അറിയും. ഇതെനിക്കൊന്ന് ട്യൂണിങ് ഉള്ളതുകൊണ്ട് എൻ്റെനേക്കാളും പൊടിക്കുക. അതോ ഇനിയും പുതിയ വണ്ടിയാണോ എന്നറിയാം, അതുകൊണ്ടാവണം. പുള്ളി കവർ പോലും ഇളക്കിയിട്ടില്ല മീറ്ററിൻ്റെയൊക്കെ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാമെന്ന് അറിയുന്നില്ല, ടയർ പ്രഷർ സെൻസർ ഉണ്ട് കേട്ടോ. ടയറിൻ്റെ പ്രഷറൊക്കെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ കാണിക്കുന്നത് 232 ഉണ്ടെന്നാണ്. അങ്ങനെയൊക്കെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പോൾ. അതേ നോക്കിക്കേ, ഓവറോൾ ലുക്ക് ഒരു രക്ഷയില്ല. വിംഗ്ലെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാരക വണ്ടി. ഡൈനാമിക് കിറ്റ് കയറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുണ്ട്. സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അത് ഫ്രണ്ടിലുണ്ടോയെന്ന് അറിയില്ല. ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ. രക്ഷയില്ല. ജലദോഷമുണ്ട് ചെറുതായിട്ട്, ക്ഷമിക്കുക.
ആക്ച്വലി ഈ മോഡലിന് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. ഓ രക്ഷയില്ല, സ്മൂത്ത്. എന്റെ മോനെ ക്ലച്ച് നോട്ടില്ല. പൊളി സാധനം. ക്വിക്ക് ഷിഫ്റ്റർ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് RTO 310 ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ട് ക്വിക്ക് ഷിഫ്റ്റർ. അതും ഇതുപോലായിരുന്നു, പക്ഷെ അത് ഇത്രയും കൈയെടുക്കാൻ പറ്റിയില്ല. അന്ന് നമ്മൾ ഗാർഡ് സെക്ഷനിലായിരുന്നു. ഇത് ഞാൻ മറന്നു, നമുക്ക് യൂസ് ടു അല്ലല്ലോ, നമ്മൾ ഓർക്കാതെ. ഇപ്പം ഞാനിത് ആദ്യം ഓടിച്ചതും നോർമലി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. നോക്കിയാണ്, ഇതിപ്പോൾ 3rd ഗിയറിലാണ്. 4th ആയി, 5th ആയി, 6th ആയി. ഒരു രക്ഷയില്ല, പക്ക സ്മൂത്ത് സാധനം. ഇപ്പം നമ്മുടെ വണ്ടിക്ക് ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം. നമ്മൾ 4th ഇയറിൽ പോവാണ്. 5th ആയി, 6th ആയി. പവറിൽ നമുക്ക് വലിയ ഫീലൊന്നും വ്യത്യാസം തോന്നുന്നില്ല, പക്ഷേ ക്വിക്ക് ഷിഫ്റ്റർ ഒരു രക്ഷയില്ല പോലെ. നമുക്ക് ആർക്കായാലും വേണമെന്ന് തോന്നിപ്പോവും, അതുപോലൊരു സാധനം. മാരകമായിട്ട്. പിന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട്. എനിക്ക് അതിനെപ്പറ്റി വലിയ വിവരമില്ല. ക്രൂസ് കൺട്രോൾ നമ്മൾ കൈ കൊടുത്ത് ഓടിക്കുന്നതിന് ക്രൂസ് കൺട്രോൾ കിട്ടില്ല. പിന്നെ ലോങ് ഹൈവേസ് ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ പോകുമ്പോഴേക്കാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. വണ്ടി നല്ല സ്മൂത്തറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഇതിൻ്റെയൊക്കെ വെച്ചിട്ട്. ഇത് ആക്ച്വലി പുള്ളി എടുത്തു കഴിഞ്ഞപ്പോൾ 390 മേളിലെത്തിയെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ബൈക്ക് എടുക്കുമ്പം ജസ്റ്റ് 3.5 lakhs ഉള്ളായിരുന്നു ഓൺ റോഡ് കേരളത്തിൽ. ഇപ്പോൾ പുള്ളി ഈ വണ്ടി എടുത്തപ്പം 390 മേളാന്ന് പറഞ്ഞു. നമുക്ക് ട്രാക്ക് മോഡിലൂടെ ഇട്ടിട്ടുണ്ട്, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പവറിന് വലിയ വ്യത്യാസം ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. നല്ല വണ്ടി തന്നെയാണ്, നല്ല നമ്മുടെ സെയിം ഫീലിംഗ് തന്നെയാണ്. പെട്ടെന്ന് ഒറ്റ ഇതിൽ പ്രൊഫഷണൽസൊക്കെ പറയാറുണ്ട് ഇനിഷ്യലി നല്ല വ്യത്യാസം ഉണ്ടെന്ന്. എനിക്ക് അന്ന് അർബനിലൊക്കെ ഓടിച്ചപ്പോൾ ഇനിഷ്യലി നല്ല ചാട്ടം തോന്നി, പക്ഷേ സ്പോർട്സിലും ട്രാക്കിലും നമുക്ക് വലിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. പിന്നെ മറ്റേ ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു, അതിൻ്റെ ഒന്നും നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാനൊക്കത്തില്ലല്ലോ, ട്രാക്കിലൊക്കെ എല്ലാവരും യൂസ് ചെയ്തൊക്കെ. പക്ഷേ ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്.